ഞാൻ വർക്ക് ചെയ്യാം, സിവിൽ എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയർ. ആ സൈറ്റ് ഇതാട്ടോ ചാനൽ. ജസ്റ്റ് ഫ്രീ ആകുമ്പോഴേ കണ്ടോളാ, കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ ശരി എന്നാ, പോട്ടെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഹൗ യു? കുറച്ച് നാളായി കണ്ടിട്ട്, ഒരുപാട് നാളായി വീഡിയോസ് എല്ലാം ചെയ്തിട്ട്. സോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ ഈവനിങ്ങിൽ സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു ചെറിയ റൈഡ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും ഇറങ്ങാറുള്ളതാണ് സൈക്ലിങ്ങിന്. സോ ആ സമയത്തൊക്കെ നമ്മൾ ഈവനിങ്ങിൽ ഇറങ്ങുമ്പോൾ ഒരു 6 മണിക്ക് ശേഷം, മോർണിംഗിലാകുമ്പോൾ ഒരു 5:30 അങ്ങനെയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ കാരണം വീഡിയോ എടുക്കാൻ കിട്ടാറില്ല. സോ ഇപ്പോൾ സമയം ഈവനിങ്ങിൽ 4:32. അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഉൾഗ്രാമങ്ങളിലെ മീൻസ് നമ്മുടെ നാട് പാലക്കാടാണെന്ന് അറിയാലോ. പാലക്കാടിൽ തന്നെ നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മുന്നിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഡെയിലി പോയി കുടിക്കുന്ന, ഈവനിങ് റൈഡിൽ ഡെയിലി പോയി കുടിക്കുന്ന ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതല്ലേ നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു റബ്ബർ തോട്ടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല ഓഫ് റോഡ് സെറ്റായിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ബൈക്ക് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് അടിക്കാൻ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പഞ്ചറൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലൊരു MTB ഉണ്ട്. അപ്പോൾ നമുക്ക് MTB എടുത്തിട്ട് നാളെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് ഈ വഴി ഒരു ഓഫ് റോഡൊക്കെ ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് എന്തായാലും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് നേരെ മെയിൻ റോഡിലോട്ട് പോകാം. നമ്മുടെ വീടിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള വഴിയാണിത്. അങ്ങനെ നമുക്ക് നേരെ എന്തായാലും ആ വഴികളിലൂടെ പോയിട്ട് നമുക്ക് മനോഹരമായ കാഴ്ചകളെല്ലാം കാണാം. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോ. ഫോട്ടോ. ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ സെൻറ്റർ, കുളക്കാട് സെൻറ്ററാണിത്. ഇവിടുന്ന് ലെഫ്റ്റിക്ക് നേരെ പാലക്കാട് മണ്ണാർക്കാട് റോഡ്, റൈറ്റിക്ക് ചെറുപ്പശ്ശേരി നമ്മുടെ പെരിന്തമണ്ണയൊക്കെ പോകുന്ന വഴി. റൈറ്റിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 4 വരിപ്പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കത് ആ വഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ പാലക്കാട് റൂട്ടും അങ്ങനെ തന്നെയാണ്. സോ നമുക്ക് എന്തായാലും മണ്ണാർക്കാട് റോഡ് പിടിക്കാം, ആ സൈഡായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് നേരെ നമ്മൾ ചെർപ്പശ്ശേരി ടു, അതായത് കുളക്കാട് നിന്ന് നേരെ മണ്ണാർക്കാട് പോകുന്ന വഴിയാണ്. സൈക്ലിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതേ നോക്കിയ ബാക്കിൽ വരുന്നവർ കണ്ട, ഇവന്മാരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എഡ്ജ് ഇറക്കി കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ തന്നെ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആംബുലൻസ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സൈഡ് പിടിച്ച് പോയാൽ മതി. പക്ഷേ ഇതുപോലത്തെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്, അവന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമ്മളെ ഹാൻഡിലിനോട് ചേർന്നിട്ട് അവർ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഈ ഒരു വഴി പോയി നോക്കാം. റൈറ്റിക്ക് വണ്ടികളുണ്ട്, ബാക്കിൽ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട്. ബാക്കിലൊരു കാർ വരുന്നുണ്ട്, ദയാ വരുന്ന ബ്രോ ഉണ്ടോ? പുള്ളി ഞാൻ മോർണിംഗിൽ ഒരുമിച്ച് പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ആളാണ്. റോഡ് നോക്കി ക്രോസ് ചെയ്യുക. ഈ ഒരു വഴി നല്ല കനാൽ, 2 സൈഡ് കനാലായിട്ട് നല്ല രസമാണ് കേട്ടോ. നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം.
കണ്ടില്ലേ, നമ്മൾ കനാലിൻ്റെ ഒരു വശത്തു കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സൈഡിലുള്ള റോഡിൽ കൂടെ. ഈ വഴി നല്ല കണ്ടോ പൂക്കളൊക്കെ ഉണ്ട്, സൈഡിലൂടെ കണ്ട പൂക്കളൊക്കെ ആയിട്ട്. കനാലിലിപ്പോൾ വെള്ളമില്ല, വെള്ളം ഈ മന്തിൽ തന്നെ, ഈ മന്ത് പകുതിയോടുകൂടി ഒക്കെ വിടുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിക്കാം, ഒരു അടിപൊളി കാഴ്ച കാണിക്കാം. നോക്കിയേ കണ്ടോ, ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നറിയില്ല, എന്തായാലും നല്ല ഭംഗിയാണ് കാണാൻ. കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ഒന്നുകൂടി സൂര്യൻ പക്ക റൗണ്ടിൽ കാണും. എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ച് നേരെ പോവാം. മണ്ണാർക്കാട് റോഡ് തന്നെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കരിമ്പുഴ, മണ്ണാർക്കാട് റോഡിൽ കരിമ്പുഴയ്ക്കടുത്ത് ഷെഡുംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം ചായ കുടിക്കാറുള്ളത്. ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്, ഒരു ചെറിയൊരു തട്ടുകട സെറ്റപ്പാണ്. ചായ കടികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ചേട്ടൻ്റെ കടയിൽ നിന്നൊരു ചായയും എണ്ണക്കടികളൊക്കെ കഴിക്കാം. നമ്മുടെ ചേട്ടൻ പൊക്കവട ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മറ്റേട്ടൻ നമ്മുടെ ചായ എടുക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഒരു 4 മണി മുതലാണ് ഈ ഷോപ്പ് ചായ കട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടാവും കേട്ടോ. പിന്നെ പുള്ളിയുടെ ആ ഒരു രുചിക്കൂട്ടം കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. മുട്ട വെച്ചത് ഒരു മുട്ട വെച്ചിട്ട് ഒരു മുട്ട വെച്ച് നമുക്കെന്തായാലും പെട്ടെന്ന് ചായ കുടിച്ച് ഇവിടെ നിന്ന് പോകണം. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനും കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിനെ ഒന്ന് കണ്ടിട്ടും കൂടെ വേണം നമുക്ക് തിരിച്ച് പോകാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറാം. ഉള്ളിലൊക്കെ ഉണ്ടോ പഴയ ഒരു സെറ്റപ്പാണ്, നല്ല രസമാണ് കേട്ടോ. പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതാണ്, ഈ ഒരു ചെറിയ ചെറിയ കടകളും നല്ല പട്ടപ്പരകൾ മേഞ്ഞ കടകൾ അങ്ങനത്തെയൊക്കെ. അതൊക്കെ നമ്മുടെ ചാനലിലിടും കേട്ടോ. നമ്മൾ എന്തായാലും ഇനി പാലക്കാട് ഏരിയയിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. അപ്പോൾ അവിടുത്തെയൊക്കെ വീഡിയോസ് നമ്മൾ കമ്മിങ് സൂൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ചായ 2 ശരി, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരെ സൈക്കിൾ എടുത്ത് പോകാം. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അവിടെ. ആൾ നമ്മുടെ സൈക്ലിംഗ് ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പുള്ളിനെ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ട് പോകാം. ഞാൻ അവിടെ കുളക്കാട വൈകിട്ട് വെറുതെ ഇറങ്ങലുണ്ട്. വൈകിട്ട് രാവിലെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവില്ല. നിങ്ങളെവിടെ? അതെ, സൈക്ലിങ്ങാ? ഞാൻ പോക്കുണ്ട്. ഞാൻ മലമ്പുഴ അവിടെ അങ്ങനെ മണ്ണാർക്കാട് അങ്ങനെ പോകും. ഗിയറല്ലേ, ഗിയറുണ്ടല്ലോ. ഇല്ല, അത്യാവശ്യം നമ്മുടെ ഒരു ഇത് കുറച്ച് എനർജിയാണ്. ഇല്ലല്ല, വലിയ സീനൊന്നുമില്ല. ഒരു രസത്തിൽ പോയ രസമാണ്. ഇരുന്നിട്ട് ഗിയറിലിട്ടാ കയറ്റാം. നിങ്ങളെവിടെ സ്ഥലം? അതെ, ഞാൻ യൂട്യൂബ് ചാനലുണ്ടേ, ജിനു കുളക്കാടെന്നാണ്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ സിനിമ ലൊക്കേഷൻ ചെയ്യല്. ഞാൻ വർക്ക് ചെയ്യാം, സിവിൽ എഞ്ചിനീയറാ, സിവിൽ എഞ്ചിനീയർ. സൈറ്റ് എന്താട്ടോ ചാനൽ ജസ്റ്റ് ഫ്രീ ആകുമ്പോഴേ കണ്ടോളാ, കുറച്ചൊക്കെ ഉണ്ട്. ഓക്കെ, ശരി എന്നാ, പോട്ടെ, ബൈ.
ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ദേ കരിമ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുഴയുടെ മുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും പുഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. നോക്കിയേ, നമ്മൾ ഡെയിലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിർത്തി ഫോട്ടോസെല്ലാം എടുത്ത് ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ടതിന് ശേഷമാണ് കണ്ടിന്യൂ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സൈക്കിളൊന്ന് സ്റ്റാൻഡിലിടാം. ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പോകാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ വ്യൂ. നോക്കിയേ, ആ സൂര്യൻ നിൽക്കുന്ന ഇവിടെ ഒരു 5 മിനിറ്റ് ഒക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഇട്ടൊക്കെയാണ് പോകാറ്. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ തന്നെ നല്ല രസമാണ്, നല്ല വ്യൂ അല്ലേ. എന്തായാലും നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഫ്രണ്ട്സ്, ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോറിയെല്ലാം പോകുന്ന ഡെയിലി ട്രാവൽ ചെയ്യുന്ന സ്റ്റോറി പോസ്റ്റ് എല്ലാം ഇടാറുണ്ട്. സോ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോയിൽ. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അതുപോലെ അടുത്ത് തന്നെ ഒരു ടർഫുണ്ട് കേട്ടോ, ഫുട്ബോൾ ടർഫ്. നമ്മൾ നൈറ്റൊക്കെ ഇവിടെ വന്ന് കളിക്കാറുണ്ട്. ആ കളിക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കാറുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പാട്ട് സോങ്ങൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ സോങ് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ അത് മ്യൂട്ടാവും കേട്ടോ. ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അതൊക്കെ മനസ്സിന് നല്ല കുളിർമയേകുന്നൊരു അല്ലേ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ആ പാട്ട് കേൾക്കുന്ന അമ്പലം കൂടി നമുക്കൊന്ന് കാണാം. ശിവൻ്റെ അമ്പലമാണത്. അങ്ങോട്ടൊന്ന് പോകാം. പിന്നെ നമുക്ക് ഈ വീഡിയോ പാർട്ട്, അതായത് സൈക്ലിങ്ങിൻ്റെ പാർട്ട് 1 എന്നൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരുപാട് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.